guys, welcome back to my YouTube channel, Medical Study with me, Anu. Myself, Anupama, I am a second year MBBS student in AAMC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസുലിൻ ആൻഡ് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺസിനെ കുറിച്ചാണ്. ഈ പാർട്ടിൽ ഇൻസുലിനും നെക്സ്റ്റ് വീഡിയോയിൽ ആൻറ്റി ഡയബറ്റിക് ഹോർമോൺസിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. ഒരു ഫാർമക്കോളജി ടോപ്പിക്കാണ് എൻഡോക്രൈൻ പാർട്ടിലുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Insulin and anti-diabetic drugs. First introduction എന്താണ് diabetic mellitus? It's a chronic metabolic disorder caused by the altered carbohydrate, lipid and protein metabolism. കൂടാതെ hyperglycemia കാരണം ഉണ്ടാകുന്ന ഡിസീസാണ്. ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ് diabetic mellitus. There are 4 types of diabetic mellitus. Type 1 insulin dependent diabetic mellitus. ഇതൊരു autoimmune disorder ആണ് which destroys the beta cells of islets of Langerhans which leads to insulin deficiency. Type 1 ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത്. ഇത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ്. സോ ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത് ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസ്. ടൈപ്പ് 2 എന്ന് പറയുമ്പം നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഇതിൻ്റെ കോസ് എന്ന് പറയുമ്പം ഒബിസിറ്റിയാണ്. ഒബീസ് ആയിരിക്കുന്നവർക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി, ടിഷ്യൂ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. ആൻഡ് റെഗുലേഷൻ ഓഫ് ഇൻസുലിൻ സെക്രീഷനും പുവറായിരിക്കും. ടൈപ്പ് 3 is secondary diabetics. Secondary diabetics is due to pancreatectomy or pancreatic disease or due to some drug കാരണം ഡയബറ്റിക്സ് ഉണ്ടാവാം. ഈ പാൻക്രിയാറ്റൈറ്റിസ് ഓർ പാൻക്രിയാറ്റെക്ടമി or pancreatic diseases can also cause secondary diabetics. Type 4 is gestational diabetics. Gestational diabetics mainly ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. Gestational diabetics ഉണ്ടാകുന്ന റീസൺ എന്താ? പ്ലാസൻ്റൽ ഹോർമോൺസ് ജസ്റ്റേഷണൽ പ്രഗ്നൻസി ടൈമിൽ പ്ലാസൻ്റൽ ഹോർമോൺസ് കൂടുതലായിരിക്കും. പ്ലാസൻ്റൽ ഹോർമോൺസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഹൈപ്പോഗ്ലൈസീമിയ. ഇത്ര നേരം പറഞ്ഞത് ഹൈപ്പർ ഗ്ലൈസീമിയെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഹൈപ്പർ ഗ്ലൈസീമിയ എന്ത് സംഭവിക്കുന്നു. ഹൈപ്പർ ഗ്ലൈസീമിയ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ബ്ലഡിൽ കൂടുതലാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് പ്രിമച്വർ അതെറോസ്ക്ലിറോസിസ്, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ആൻഡ് ഗാൻഗ്രീൻ. പ്രിമച്വർ അതെറോസ്ക്ലിറോസിസ് ഉണ്ടാകാനുള്ള റീസൺ ഉണ്ടാകുന്ന ഇവിടെ പറയുന്നുണ്ട്. ഈ ഗ്ലൈക്കോസിലേറ്റഡ് പ്രോഡക്ട്സ് വെസൽ വോൾസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ പ്രിമച്വർ അതെറോസ്ക്ലിറോസിസ് ഉണ്ടാകുന്നത്. അതുകൂടാതെ റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഗാൻഗ്രീൻസ് ഒക്കെ ഉണ്ടാകുന്നത് ഇവിടുത്തെ ബ്ലഡ് സപ്ലൈ കുറയുന്നുണ്ട്. ബിക്കോസ് വെസൽ വോളിലൊക്കെ ഈ ഗ്ലൈക്കോസിലേറ്റഡ് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം വെസൽ വോൾ ബിക്കം തിക്ക്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും, resulting in retinopathy, nephropathy and gangrene. Then excess glucose വരുമ്പം ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു സോർബിറ്റോൾ ആയിട്ട് മാറും അണ്ടർ ആൽഡോലേസ് റിഡക്ടേസ് എൻസൈം. ആൽഡോലേസ് റിഡക്ടേസ് കാരണം സോർബിറ്റോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സോർബിറ്റോൾ എന്താണ്? ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ഇതിന് ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉണ്ട്. ഈ ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഡാമേജസ് റെറ്റിന ആൻഡ് പെരിഫറൽ നെർവ്. ആൻഡ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേഷനാണ് HbA1c റേറ്റ്. ഹീമോഗ്ലോബിൻ എന്ത് പറ്റും? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൈക്കോസിലേറ്റഡ് പ്രൊഡക്ട്സ് വെസൽ വോളിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുകൂടാതെ ഹീമോഗ്ലോബിൻ ബിക്കം ഗ്ലൈക്കോസിലേറ്റഡ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് ഏത് ലെവൽ ഓഫ് ഡയബറ്റിക്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് HbA1c. നൗ ഇൻസുലിൻ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാനിൽ ബീറ്റാ സെല്ലിൽ നിന്ന്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുമ്പോൾ ഇത് കമ്പോസ്റ്റ് ഓഫ് ആൽഫ സെൽസ്, ബീറ്റാ സെൽസ്, ഡെൽറ്റ സെൽസ് ആൻഡ് പി സെൽസ്. ആൽഫ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഇവർ ഗ്ലൂക്കോഗോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ബീറ്റാ സെല്ലാണെങ്കിൽ ഇൻസുലിൻ, ഡെൽറ്റ സെല്ലാണെങ്കിൽ സൊമാറ്റോസ്റ്റാറ്റിൻ ആൻഡ് പി സെല്ലാണെങ്കിൽ പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ്. ഇനിയും എങ്ങനെയാണ് ഇൻസുലിനെ റിലീസ് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് GLUT4 വഴി ഈ സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഓഫ് ലംഗർഹാൻസിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ മെറ്റബോളിസം സംഭവിച്ച് ATP പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രൊഡ്യൂസ് ചെയ്ത ATP എന്ത് ചെയ്യും? ക്ലോസസ് എ പൊട്ടാഷ്യം ചാനൽ. പൊട്ടാഷ്യം ചാനൽ അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ മെംബ്രെയിൻ ഡീപോളറൈസേഷൻ കൂടുതലായിരിക്കും. മെംബ്രെയിൻ ഡീപോളറൈസേഷൻ സംഭവിക്കുന്നത് വെച്ചാൽ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. ആൻഡ് ദിസ് റിസൾട്ടിങ് ഇൻ എൻട്രി ഓഫ് കാൽഷ്യം. അങ്ങനെ കാൽഷ്യം എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് കോസസ് എക്സോസൈറ്റോസിസ്. ഇറ്റ് സ്റ്റിമുലേറ്റ് എക്സോസൈറ്റോസിസ് ഓഫ് ഇൻസുലിൻ വെസിക്കിൾസിൽ ഉണ്ടായിരുന്നു. അത് എക്സോസൈറ്റോസിസ് ഉണ്ടാക്കും. അങ്ങനെ ഇൻസുലിൻ ബിക്കം റിലീസ്ഡ്. ദസ് ഹൈപ്പോകലീമിയ ഇൻഹിബിറ്റ്സ് ഇൻസുലിൻ റിലീസ്. പൊട്ടാഷ്യമാണ് ഇവിടെ പൊട്ടാഷ്യം ചാനൽ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള പൊട്ടാഷ്യത്തിൻ്റെ ലെവല് പുറത്തുള്ളതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പൊട്ടാഷ്യം ചാനൽ ക്ലോസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈപ്പോകലീമിയ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽസിൽ വെച്ചാൽ ടിഷ്യൂവിന് പുറത്ത് പൊട്ടാഷ്യം കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? ഉള്ളിലുള്ള പൊട്ടാഷ്യം പുറത്തേക്ക് പോകും.
അങ്ങനെ ഉള്ളിലുള്ള പൊട്ടാഷ്യം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ റിലീസ് അത് ഇൻഹിബിറ്റ് ചെയ്യും, ഹൈപ്പോക്കലീമിയ. ആക്ഷൻ എന്ന് പറയുമ്പം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആക്ഷനാണ്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലുണ്ട്, ലിപ്പിഡ് മെറ്റബോളിസത്തിലുണ്ട്, അതുപോലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ എന്താ ചെയ്യുന്നത്? ഇത് ഇൻക്രീസസ് ദി അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻഹിബിറ്റ്സ് ദി ഗ്ലൂക്കോനിയോജെനസിസ് ആൻഡ് ഗ്ലൈക്കോജെനോലൈസിസ് ഇൻ ദി ലിവർ. ലിവറിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുമില്ല, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുമില്ല. പകരം എന്താ ചെയ്യുന്നത്? ദേ ഇൻക്രീസസ് ദി അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ടു ടിഷ്യൂസ്. ലിപ്പിഡ് മെറ്റബോളിസം എന്താ? ദേ ഇൻഹിബിറ്റ് ലൈപ്പോലൈസിസ്. ആൻഡ് ഇൻ ഡയബറ്റിക് പേഷ്യൻസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കും. ഇങ്ങനെ ഫ്രീ ഫാറ്റി ആസിഡ് കുറേ ബ്ലഡിലുണ്ടാവും. ഫ്രീ ഫാറ്റി ആസിഡ് എന്തെങ്കിലും കൺവേർട്ടഡ് ടു അസറ്റൈൽ കോയെ ആൻഡ് കീറ്റോൺ ബോഡീസ്. അങ്ങനെ കീറ്റോൺ ബോഡീസ് കൂടുതൽ അക്യുമുലേറ്റ് ആകുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ കീറ്റോനൂറിയ ആൻഡ് കീറ്റോനീമിയ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ദെൻ പ്രോട്ടീൻ മെറ്റബോളിസത്തിലാണെങ്കിലോ ഇൻക്രീസ്ഡ് അപ്ടേക്ക് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്ടേക്കും കൂട്ടും ഗ്ലൂക്കോസിൻ്റെ, കൂടാതെ പ്രോട്ടീൻ സിന്തസിസും സംഭവിക്കും. ഇതൊരു അനബോളിക് ഇഫക്റ്റ്. അനബോളിക് എന്ന് പറയുമ്പോൾ ബിൽഡിങ് അപ്പ്, കാറ്റബോളിക് എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ. സോ അനബോളിക് എന്ന് പറയുമ്പോൾ ബിൽഡിങ് അപ്പ് പ്രോസസ്സാണ് ഈ പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ വരുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ. Insulin, first of all, they activate and bind to alpha subunits of insulin receptor on the target cell. Target cell insulin receptor എല്ലാ സെല്ലിലും ഉണ്ട് ഇൻസുലിൻ റിസപ്റ്റർ. സോ ടാർഗറ്റ് സെല്ലുള്ള ഇൻസുലിൻ റിസപ്റ്ററിലെ ആൽഫ സബ്യൂണിറ്റിനെ ആദ്യം പോയി ബൈൻഡ് ചെയ്തിട്ട് ദേ ആക്ടിവേറ്റ് ആൽഫ സബ്യൂണിറ്റ്. അങ്ങനെ ആൽഫ സബ്യൂണിറ്റ് ആക്ടിവേറ്റ് ആകുമ്പോൾ ദേ സ്റ്റിമുലേറ്റ് ദി തൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി ഇൻ ദി ബീറ്റ സബ്യൂണിറ്റ്. ബീറ്റ സബ്യൂണിറ്റിനകത്തുള്ള തൈറോസിൻ കൈനേസിൻ്റെ ആക്ടിവിറ്റി അവർ സ്റ്റിമുലേറ്റ് ചെയ്യും. This activate cascades of reactions like phosphorylation അല്ലെങ്കിൽ ഡീഫോസ്ഫോറൈലേഷൻ ആയിരിക്കും ഇവരുടെ റിയാക്ഷൻസ് വരുന്നത്. ഒന്നെങ്കിൽ ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യും. ദാറ്റ് ഇസ് ഫോസ്ഫോറൈലേഷൻ ഓർ ഡീഫോസ്ഫോറൈലേഷൻ. നെക്സ്റ്റ് എന്ത് ചെയ്യും? ദേ സ്റ്റിമുലേറ്റ് ഓർ ഇൻഹിബിറ്റ് ദി എൻസൈം റിസൾട്ടിങ് ഇൻ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താ? ഏതൊരു ഇൻക്രീസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഓർ ഡിക്രീസസ് ഗ്ലൂക്കോനിയോജെനസിസ്. സോ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂട്ടും, ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ കുറയ്ക്കും, പുതിയ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. Now side effects of insulin. ഹൈപ്പോഗ്ലൈസീമിയാണ് ഫസ്റ്റ് സൈഡ് എഫക്റ്റ്. ഹൈപ്പോഗ്ലൈസീമിയ ഇൻസുലിൻ കൂടുതൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എന്ത് പറ്റും? നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞു. ദാറ്റ് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. റിസൾട്ടിങ് ഇൻ സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ, ട്രിമർ, ഹങ്കർ, ആൻസൈറ്റി, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ഡ്രൗസിനെസ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്നത്, ഗ്ലൂക്കോസ് എലിമിനേറ്റ് ആയി പോകുന്നത് ത്രൂ സ്വെറ്റിംഗ്, പാൽപിറ്റേഷനൊക്കെ. സ്വെറ്റിംഗ് വഴിക്ക് ഇത് എലിമിനേറ്റ് ആയി പോകുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ കൂടെ ഗ്ലൂക്കോസ് മാത്രമല്ല വാട്ടറും സോഡിയം ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് കോസസ് പാൽപിറ്റേഷൻ, ട്രിമർ, ഹങ്കർ. ബിക്കോസ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുന്നതുകൊണ്ട് ഹങ്കർ വരും. ദെൻ ആൻസൈറ്റി, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ഡൗസിനെസ്. ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ ലീഡ് ടു കോമ ആൻഡ് കൺവൾഷൻസ്. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻസുലിൻ്റെ ഡ്രഗ്സിൻ്റെ അലർജിക് റിയാക്ഷൻസ് പറയുന്നത് അതാണ്. കണ്ടാമിനേറ്റിംഗ് പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് കോസസ് അലർജിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ലൈപ്പോഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ അട്രോഫി ഓഫ് സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് അറ്റ് സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ. ഒരേ സൈറ്റിൽ തന്നെ ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും അതേ സൈറ്റിൽ എന്ത് പറ്റും? ആ ടിഷ്യൂ സബ്ക്യൂട്ടീനിയസ് ഫാറ്റിന് എന്ത് പറ്റും? അട്രോഫി സംഭവിക്കും. കാരണം ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് സബ്ക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അട്രോഫി സംഭവിക്കും. ദെൻ എഡിമ എന്തുകൊണ്ടുണ്ടാകുന്നത്? ഗ്ലൂക്കോസ് നമുക്കറിയാം അതൊരു ഈ വാട്ടറിന് കൂടുതൽ ഈ ഗ്ലൂക്കോസ് പോകുമ്പോൾ വെള്ളവും പോകും. അങ്ങനെ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ബ്ലഡിൽ കൂട്ടും. ബ്ലഡിലല്ല, പെരിഫറൽ ടിഷ്യൂസിലൊക്കെ അക്യുമുലേഷൻ കൂട്ടും. അങ്ങനെ റിസൾട്ടിങ് ഇൻ എഡിമ. പ്രിപ്പറേഷൻ ഓഫ് ഇൻസുലിൻ പ്രിപ്പറേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ദർ ആർ 4 types. റാപ്പിഡ്ലി ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ് ഉണ്ട്, ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ട്. റാപ്പിഡ്ലി ആക്ടിങ് ഇൻസുലിൻ അനലോഗ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ലിസ്പ്രോ, ആസ്പാർട്ട്, ഇൻസുലിൻ ഗ്ലൂലിസിൻ, ഇതൊക്കെയാണ്. ഇൻസുലിൻ ലിസ്പ്രോ, ആസ്പാർട്ട് ആൻഡ് ഗ്ലൂലിസിൻ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രാൻസ്പോസിഷൻ ഓഫ് ബീറ്റ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ് വഴിയാണ് ഈ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവരൊക്കെ ഒരു മോണോമറാണ്, അതുകൊണ്ടാണ് ഇവർ റാപ്പിഡ്ലി ആക്ടിങ് ആയിട്ട് മാറുന്നത്. ലിസ്പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും ലിസ്റ്റിൻ്റെയും പ്രോലിൻ്റെയും ബീറ്റ ചെയിനിൽ ട്രാൻസ്പോസിഷൻ സംഭവിക്കുന്നത്. ഒന്നിൻ്റെ 28th മറ്റേതിൻ്റെ 29th ബീറ്റ ചെയിനിൽ ട്രാൻസ്പോസിഷൻ സംഭവിക്കുന്നു. ഷോർട്ട് ആക്ടിങ് എന്ന് പറയുമ്പോൾ റെഗുലർ ഇൻസുലിൻസ് ആണ്. റെഗുലർ ഇൻസുലിൻസ് മെയിൻലി അത് ഹെക്സാമറാണ്, അതുകൊണ്ടാണ് ഒരു ഷോർട്ട് ആക്ടിങ് എന്ന് പറയുന്നത്. ഹെക്സാമർ ഇനി നമ്മുടെ ബോഡിയിൽ വെച്ചിട്ട് കൺവേർട്ട് ആക്കും മോണോമറായിട്ട്, എന്നിട്ട് മോണോമർ അവിടെ ആക്ടിവേറ്റ് ആകും. ദെൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ, ന്യൂട്രൽ പ്രോട്ടമീൻ,
hexagatron, that is NPH. NPH or isophane insulin. NPH or isophane insulin എന്ന് പറയുമ്പോൾ ലെസ് പ്രിഫേർഡ് ഫോം ഓഫ് ഇൻസുലിൻ ആണിത്. നൗ ലോങ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ്. ലോങ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ് ആണ് ഇൻസുലിൻ ഗ്ലാർഗിൻ, ഇൻസുലിൻ ഡിറ്റർമർ. ഇൻസുലിൻ ഡിറ്റർമർ ആൻഡ് ഇൻസുലിൻ ഗ്ലാർഗിൻസ് അത് ലോങ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത് റെഗുലർ ഇൻസുലിൻ പ്ലസ് പ്രോട്ടാമീൻ ഓർ സിങ്ക് വെച്ചിട്ടാണ് preparation ആണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസുലിൻ. ടൈപ്പ് ഓഫ് ഇൻസുലിൻ ബേസ്ഡ് ഓൺ ദി സോഴ്സ്. ബേസ്ഡ് ഓൺ സോഴ്സ് ഇൻസുലിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ആനിമൽ ഇൻസുലിൻസ് ഉണ്ട്, ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻസ് ഉണ്ട്, ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ അനലോഗ്. ഇൻസുലിൻ അനലോഗ് എന്ന് പറയുമ്പോൾ റീകോമ്പിനൻറ്റ് ഇൻസുലിൻ ആണ് യൂസിങ് ഈക്കോളൈ, ഫംഗസ് എക്സെട്ര, ഈസ്റ്റ് ഇതുപോലെ. ആനിമൽ ഇൻസുലിൻ ആണെങ്കിൽ പോർക്കിനാണ് മെയിൻലി വരുന്നത്. പോർക്കിൻ ഇൻസുലിൻ അത് അലർജിക്കാണ്. ദെൻ ഡ്രഗ് ഇൻറ്ററാക്ഷൻ. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഡ്രഗ് ഇൻറ്ററാക്ഷൻ MCQ ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സും ഇൻസുലിനും തമ്മിലുള്ള ഒരു ഡ്രഗ് ഇൻറ്ററാക്ഷൻ. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് എന്ത് ചെയ്യും? തക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ ഇതൊക്കെ എന്ത് ചെയ്യും? മാസ്ക് ചെയ്യും. ഇൻസുലിൻ കൂടുതൽ ഡോസ് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും. ഹൈപ്പോഗ്ലൈസീമിയയുടെ ഒരു മെയിൻ സിംറ്റമാണ് ടക്കിക്കാർഡിയ. സോ അതിനെ അത് മാസ്ക് ചെയ്യും. ദാറ്റ് ഈസ് ദേ മാസ്ക് ദി വാർണിംഗ് സിംറ്റം ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. അതുപോലെ തന്നെ സാലിസിലേറ്റ് ആൻഡ് ലിത്തിയം ദേ എൻഹാൻസസ് ഇൻസുലിൻ സെക്രീഷൻ ഇൻ അവർ ബോഡി. ഇതിൻ്റെ കൂടെ ഇൻസുലിനും കൂടെ കൊടുത്താൽ എന്ത് പറ്റും? കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാം. ദെൻ യൂസസ് ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡയബറ്റിക് മെലിറ്റസിൽ ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് കീറ്റോ അസിഡോസിസിൽ യൂസ് ചെയ്യുന്നത്. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ കൂടുതൽ ലിപ്പിഡ്സിൻ്റെ മെറ്റബോളിസം സംഭവിക്കുമ്പോഴത്തേക്കും ഫ്രീ ഫാറ്റി ആസിഡ് കൂടുതൽ റിലീസ് ചെയ്യും. ഫ്രീ ഫാറ്റി ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ടു അസറ്റൈൽ കോയെ ആൻഡ് കീറ്റോൺ ബോഡീസ്. അങ്ങനെ കീറ്റോണീമിയ അതുപോലെ കീറ്റോനൂറിയ ഒക്കെ വരും. അതാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് യൂസ് ചെയ്യും. അതിൻ്റെ മെയിൻ സിംറ്റംസ്. ട്രീറ്റ്മെൻറ്റ് ഫോർ ഹൈപ്പർഗ്ലൈസീമിയ, ഡീഹൈഡ്രേഷൻ, അസിഡോസിസ്, ഹൈപ്പോകലീമിയ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് ഹൈപ്പോകലീമിയ വരുമെന്ന്. ദെൻ ഹൈപ്പോകലീമിയ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ റിലീസ് ചെയ്യില്ല. ദാറ്റ് ഈസ് വൈ. ദെൻ ഹൈപ്പർഗ്ലൈസീമിയയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈപ്പർ ഓസ്മോളർ നോൺ കീറ്റോട്ടിക് കോമിക് യൂസ് ചെയ്യുന്നുണ്ട് ഹൈപ്പർകലീമിയയ്ക്കും. ഹൈപ്പർകലീമിയയ്ക്ക് ഇൻസുലിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ ഡോസ് എടുക്കുമ്പോഴത്തേക്കും ഹൈപ്പർകലീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊട്ടാഷ്യത്തിന് സെല്ലിനുള്ളിലേക്ക് അത് ഇൻസുലിൻ കൂടുന്തോറും പൊട്ടാഷ്യം സെല്ലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. സോ ഹൈപ്പർകലീമിയ എന്നുവെച്ചാൽ ബ്ലഡിലുള്ള പൊട്ടാഷ്യം ലെവൽ എങ്ങനെ കുറയും. സോ ഹൈപ്പർകലീമിയക്ക് അത് യൂസ്ഫുൾ ആണ്. ദെൻ സമ്മറി പറയാണ് ഇൻസുലിൻ ആൻഡ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് സമ്മറൈസ് ചെയ്തിട്ട്. ദെൻ ഫസ്റ്റ് ഡയബറ്റിക് മെലിറ്റസിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇതൊരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. കോസ്ഡ് ബൈ ദി ഓൾട്ടറേഷൻ ഇൻ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ ആണ്. ദെൻ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അതായത് 4 ടൈപ്സ് ഓഫ് ഡയബറ്റിക്സ്. ടൈപ്പ് 1 എന്ന് പറയുമ്പം ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഇവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിക്രീസ് സെൻസിറ്റിവിറ്റി, ടിഷ്യൂ സെൻസിറ്റിവിറ്റി ആൻഡ് റെഗുലേഷൻ ഓഫ് ഇൻസുലിൻ സെക്രീഷൻ കാരണമാണ്. ദെൻ ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡറി ഡയബറ്റിക്സ് ആണ്. സെക്കൻഡറി ഡയബറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡ്രഗ് അസോസിയേറ്റഡ് അല്ലെങ്കിൽ പാൻക്രിയാറ്റക്ടമി, പാൻക്രിയാറ്റിക് ഡിസീസസ് കൊണ്ടുണ്ടാകുന്നതാണ്. ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ആണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്നതാണ് ബിക്കോസ് ഇൻക്രീസ്ഡ് പ്ലാസൻ്റൽ ഹോർമോൺസ് കാരണം. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഹൈപ്പർകലീമിയ, ഹൈപ്പർഗ്ലൈസീമിയ. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? പ്രിമച്യൂർ അതെറോസ്ക്ലെറോസിസ്, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ആൻഡ് കാൻഗ്രീൻസ് ഉണ്ടാവും. ഇതിനകത്ത് അതെറോസ്ക്ലെറോസിസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ബിക്കോസ് ദ ഗ്ലൈക്കോസിലേറ്റഡ് പ്രൊഡക്ട്സ് ഇൻ ദി വെസൽ വോൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് കോസസ് തിക്കണിങ്, ദസ് ഡിക്രീസ് ഇൻ ദി ബ്ലഡ് സപ്ലൈ. ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ എന്ത് പറ്റും? റെറ്റിനോപ്പതി ഉണ്ടാവും, നെഫ്രോപ്പതി ആൻഡ് കാൻഗ്രീൻസ് ഉണ്ടാവും. ഇൻ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ആൾട്ടോസ് റിഡക്ടേഴ്സ് വഴി ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു എക്സസ് ഗ്ലൂക്കോസ് വിൽ ബി കൺവേർട്ടഡ് ടു സോർബിറ്റോൾ. സോർബിറ്റോൾ ഈസ് ഹാസ് ഓസ്മോട്ടിക് ഇഫക്റ്റ്. ഇറ്റ് ഡാമേജസ് ദി റെറ്റിന ആൻഡ് പെരിഫറൽ നെർവ്. അങ്ങനെ റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി ഒക്കെ ഉണ്ടാവും. ദെൻ hemoglobin get glycosylated. Thus it is a good indicative for diabeticsൻ്റെ ഏത് ടൈപ്പാണ് മനസ്സിലാക്കാൻ. അത് HbA1c വെച്ചിട്ടാണ് ഏത് സ്റ്റേജിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻസുലിൻ. ദെൻ ഇൻസുലിൻ്റെ ആണെങ്കിലോ ഹൈലൈറ്റ്സ് ഓഫ് ലംഗർഹാൻസ് എന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. ഇൻസുലിൻ മാത്രമല്ല ബാക്കി കുറേ ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഹൈലൈറ്റ്സ് ഓഫ് ലംഗർഹാൻസ് കമ്പോസ്ഡ് ഓഫ് ആൽഫ, ബീറ്റ, ഡെൽറ്റ ആൻഡ് പി സെൽസ്. ആൽഫ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും
They produces glucagon. Beta cell ആണെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഡെൽറ്റ സെൽ സൊമാറ്റോസ്റ്റാറ്റിൻ ആൻഡ് പി സെൽ produces pancreatic polypeptides. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഈ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഗ്ലൂക്കോസ് GLUT4 വഴി പാൻക്രിയാറ്റിക് ഐലറ്റ്സിലേക്ക് എൻ്റർ ചെയ്യും. ഉള്ളിൽ മെറ്റബോളിസം നടക്കും. ഗ്ലൂക്കോസിന് അങ്ങനെ ATP പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്ത് ATP എന്ത് ചെയ്യും? ക്ലോസസ് ദി പൊട്ടാഷ്യം ചാനൽ ആൻഡ് ദസ് മെംബ്രെയിൻ ഗെറ്റ് ഡീപോളറൈസ്ഡ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം എൻട്രി സംഭവിക്കുന്നു. സ്റ്റിമുലേറ്റ് എക്സോസൈറ്റോസിസ് ഓഫ് ദി ഇൻസുലിൻ. അങ്ങനെ ഇൻസുലിൻ റിലീസ് ആകുന്നു. ദസ് ഹൈപ്പോകലീമിയ ഇൻഹിബിറ്റ് ഇൻസുലിൻ റിലീസ് എന്ന് പറയാം. ആക്ഷൻ കാർബോഹൈഡ്രേറ്റ് മെക്കാനിസം ഉണ്ട്. ലിപ്പിഡ് മെറ്റാബോളിസം മെക്കാനിസം മെറ്റബോളിസം ലിപ്പിഡ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താ? ഇൻക്രീസസ് ദി അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഇൻഹിബിറ്റ് ദി ഗ്ലൂക്കോനിയോജനസിസ് ആസ് വെൽ ആസ് ഗ്ലൈക്കോജനോലൈസിസ്. ലിപ്പിഡ്സിൻ്റെ ആണെങ്കിലോ ഇൻഹിബിറ്റ് ലൈപ്പോലൈസിസ്. പ്രോട്ടീൻസിൻ്റെ ആണെങ്കിൽ ഇതൊരു അനബോളിക് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ. Mechanism of action, insulin bind and activate alpha subunit of insulin receptor on the target cell. എല്ലാ സെൽസിലും ഒരുമാതിരി എല്ലാ സെൽസിലും ഉണ്ട് ഇൻസുലിൻ്റെ റിസപ്റ്റർ. സോ അവിടെ പോയിട്ട് ആൽഫ സബ് യൂണിറ്റ്സിൽ ബൈൻഡ് ചെയ്ത് അവരെ ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ ബീറ്റ സബ് യൂണിറ്റ് സ്റ്റിമുലേറ്റ് ആവും. ബീറ്റ സബ് യൂണിറ്റ് സ്റ്റിമുലേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? തൈറോസിൻ കൈനറ്റ് ആക്ടിവിറ്റി ഉണ്ട് ബീറ്റ സബ് യൂണിറ്റ്. അവർ സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെ they activate cascades of reactions like phosphorylation അല്ലെങ്കിൽ ഡീഫോസ്ഫോറൈലേഷൻ ഉണ്ടാക്കും. തൈറോസിൻ കൈനേസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനേസ് എന്ന് പറയുമ്പോൾ ഫോസ്ഫോറൈലേഷൻ ഉണ്ടാക്കുന്നു എന്നാണ്. തൈറോസിൻ മോളിക്യൂൾസ് എന്ത് ചെയ്യും? പൊട്ടാഷ്യത്തിനുണ്ടെങ്കിൽ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡീഫോസ്ഫോറൈലേറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റിമുലേറ്റ് ഓർ ഇൻഹിബിറ്റ് ദി എൻസൈം ഇറ്റ് കോസസ് റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇതർ ഇൻക്രീസസ് ദി ഗ്ലൂക്കോസ് അപ്ടേക്ക് ഓർ ഡിക്രീസസ് ദി ഗ്ലൂക്കോനിയോജനസിസ്. സൈഡ് എഫക്ട്സ് ആണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ, ട്രിമർ, ഹങ്കർ, anxiety, difficulty in concentration and drowsiness. Further it can leads to common convulsions. Allergic ഉണ്ടാക്കാം, then lipodystrophy ഉണ്ടാക്കാം, then edema. Lipodystrophy എന്ന് പറയുമ്പോൾ ഒരേ സൈഡിൽ തന്നെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന അട്രോഫി ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ടാകും. പ്രിപ്പറേഷൻ ഓഫ് ഇൻസുലിൻ റാപ്പിഡ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, ലോങ് ഉണ്ട്. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ്സ് ആണ് ഇൻസുലിൻ ലിസ്പ്രോ, ആസ്പാർട്ട്, ഗ്ലൂലിസിൻ. ലോങ് ആക്ടിങ് ആണ് ഇൻസുലിൻ ഗ്ലാർഗിൻ, ഇൻസുലിൻ ടെറ്റർമിർ. ദെൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ട് NPH ആൻഡ് ഐസോഫെയിൻ ഇൻസുലിൻ. വേറെ ഷോർട്ട് ആക്ടിങ് ആണെങ്കിൽ റെഗുലർ ഇൻസുലിൻ ആണ്. ന്യൂ ടൈപ്സ് ഓഫ് ഇൻസുലിൻ. ആനിമൽ ഇൻസുലിൻസ് ഉണ്ട്, ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻസ് ഉണ്ട്, ഹ്യൂമൻ ഇൻസുലിൻസ് ഉണ്ട്, ഇൻസുലിൻ അനലോഗ്സ് വിച്ച് ആർ റീകോംബിനന്റ് ഇൻസുലിൻസ്. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. വേറെ ആനിമൽ ഇൻസുലിൻ ആണെങ്കിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ബിക്കോസ് അലർജി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് അങ്ങനെയൊക്കെ. നൗ ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇതാണ് 1 മാർക്ക് ക്വസ്റ്റനായിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ഇവരെന്ത് ചെയ്യും? ടാക്കിക്കാർഡിയൊക്കെ മാസ്ക് ചെയ്യും. സോ ഈ ഹൈപ്പോഗ്ലൈസീമിയയുടെ മെയിൻ സിംറ്റമായ ഒരു ടാക്കിക്കാർഡിയ മാസ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സും ഇൻസുലിനും കൂടെ ഡ്രഗ് ഇൻട്രാക്ഷൻ ഒരുമിച്ച് കൊടുത്താൽ ദേ മാസ്ക് ദി സിംറ്റം ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. ദെൻ സാലിസിലേറ്റ് ലിത്തിയം ഒക്കെ എന്ത് ചെയ്യുന്നത്? എൻഹാൻസസ് ഇൻസുലിൻ സിന്തസിസ് സെക്രീഷൻ. സോ എന്ത് പറ്റും? ഇൻസുലിൻ വീണ്ടും ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോവാം. ദെൻ യൂസസ് ഓഫ് ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പർഗ്ലൈസീമിയ, ദെൻ ഹൈപ്പർ ഓസ്മോളർ നോൺ കീറ്റോട്ടിക് കോമ ആൻഡ് hyperkalemia. This is about the insulin and anti-diabetic hormones. If you like this video, please do like, share and subscribe. Thank you.